തെരുവുനായ ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നാട്ടിൽ നായകടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പേവിഷബാധ ഉൾപ്പെടെ സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കാജനകമാകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. നമുക്കൊപ്പം അതിഥികളായുള്ളത് ശ്രീ ജോസ് മാവേലി, പൊതുപ്രവർത്തകൻ, ടി ഒ മോഹനൻ, കണ്ണൂർ മുൻ മേയർ, ഒപ്പം തന്നെ സാബു സ്റ്റീഫൻ, പൊതുപ്രവർത്തകൻ എന്നുള്ളവരാണ്. ആദ്യം ഞാൻ ശ്രീ ജോസ് മാവേലിയിലേക്കാണ്. സർ നോക്കൂ, അതായത് ഇവിടെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയിൽ, അതായത് ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് നടത്തിയിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവിടെ ABC സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വന്ധീകരിക്കുന്നുണ്ട് തെരുവുനായകളെ. വന്ധീകരിച്ചതിന് ശേഷം വീണ്ടും ഇവയെ തെരുവിലേക്ക് തന്നെ വിടുന്നു. അങ്ങനെ നായ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. എവിടെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്, എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ 20 വർഷത്തോളമായി ഞങ്ങൾ ജനസേവ തെരുവുനായ ഉന്മൂലന സംഘം പ്രവർത്തിച്ചു വരുന്നു. ഇതിനകത്ത് അനുഭവം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും അതുപോലെ ഭരണാധികാരികളും അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാതെ കേരളത്തെ ഒരു മാതൃക സംസ്ഥാനമാക്കുവാനായിട്ട് മുന്നോട്ട് വരണം. എന്ന് വെച്ചാൽ തെരുവുനായ വിമുക്ത കേരളം, അതാണ് നമുക്ക് ആവശ്യം. അതിന് വളരെ എളുപ്പമാണെന്ന് പറയാൻ കാരണം 99.9% ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ മാറ്റണം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിസ്സാരം ചില ആളുകളുടെ, അതായത് പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളായി പ്രവർത്തിക്കുന്ന കാപഡ്യ നായ സ്നേഹികൾ അല്ലെങ്കിൽ തെരുവ് പട്ടി സ്നേഹികൾ എന്ന് പറയുന്നവരുടെ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഗൂഢസംഘം. അവർക്ക് വേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും ഇങ്ങനെ കരുവാക്കണോ? അപ്പോൾ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം, ഒരു സർവകക്ഷി യോഗം വിളിക്കണം. സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ എല്ലാവരും തന്നെ അതിന് ഉത്തരം പറയുന്നത് ഈ തെരുവുനായ്ക്കളെ ഇവിടുന്ന് മാറ്റണമെന്നാണ്. അപ്പോൾ പറയും എവിടെ കൊണ്ടുപോയി മാറ്റും? അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവരെ ഷെൽട്ടറാക്കാനാണ്. അപ്പോൾ ചോദിക്കും എവിടെ ഷെൽട്ടറാക്കാൻ പറ്റും? ജനങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറയുന്നു ഷെൽട്ടറാക്കാനായിട്ട് ഇവിടെ വേണ്ട സൗകര്യങ്ങളുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഇവർക്ക് വേണ്ട വനപ്രദേശങ്ങളുണ്ട്. വനങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് അവിടെ ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ജനങ്ങൾ താമസിക്കാത്ത വേണ്ട ഇടങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ഷെൽട്ടറുകൾ നല്ല രീതിയിൽ പണിയാം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2017 ബഹുമാനപ്പെട്ട കൊച്ചേസും ചിന്നപ്പള്ളി സാറും ഞങ്ങളൊക്കെ അവിടെ കൂടി കൂവപ്പടി പഞ്ചായത്തിലെ ഒരു മോഡലായിട്ട് ആ പഞ്ചായത്തിലുള്ള തെരുവ് പട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഷെൽട്ടറുകൾ പണിതു. അവിടെ ഒരു 2 ഏക്കർ സ്ഥലം പാറമട ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഒരു 500 പട്ടികൾക്ക്, ആ പഞ്ചായത്തിൽ അന്ന് 500 പട്ടികൾ ഉണ്ടായുള്ളൂ, ഇന്നിപ്പോൾ അത് 5000 ഉള്ളായിട്ടുണ്ടാവും. ആ 500 പട്ടികളെ അവിടെ സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിന് പ്ലാൻ ചെയ്ത് കൂടുണ്ടാക്കി എല്ലാം മുന്നോട്ട് പോയപ്പോൾ ഈ തെരുവ് പട്ടി സ്നേഹികൾ അവിടെ വന്ന് കുറേ വിഷയമുണ്ടാക്കി. അവർ പറയുന്നതാണ്, കേരളത്തിലെ മുഴുവൻ പട്ടികളും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും, അതുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കണ്ട, നിങ്ങളെല്ലാവരും ഒരുമിക്കണം, ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ രാഷ്ട്രീയ പാർട്ടികൾ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ സാധാരണ മനുഷ്യർ, ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല, ഭരണമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പുറത്ത് കുതിര കയറാൻ എളുപ്പമാണ്. ഞങ്ങൾ കല്ലെറിഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ, സർക്കാർ മുന്നോട്ട് വരണം. ബഹുമാനയുടെ മുഖ്യമന്ത്രി അടിയന്തരമായി സർവകക്ഷി വിളിച്ച് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കണം. ഓരോ പ്രദേശത്തെ, ഇപ്പോൾ ഇവിടെ കണ്ണൂർ പ്രദേശത്തെ പ്രശ്നം അവിടെ തീർക്കാവുന്നുള്ളൂ. അവിടുത്തെ മുനിസിപ്പാലിറ്റി, അവിടുത്തെ ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ. ആ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സർവകക്ഷി യോഗം വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ച് അവിടെ എല്ലാവരും ഒരുമിക്കാൻ നോക്കണം. അങ്ങനെ ഒരുമിച്ചുകൊണ്ട് ഈ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കുക. അപ്പോൾ നിയമം പറയുന്നത് 2001 വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്ന നാടാണ് നമ്മുടെ. ഇന്ത്യയിൽ എവിടെയും തെരുവ് പട്ടികളെ കൊല്ലാമായിരുന്നു, അത് നിയമമുണ്ടായിരുന്നു. ഒരു പട്ടിയെ കൊന്നാൽ, ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു 1987-88 കാലഘട്ടങ്ങളിൽ. അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള പട്ടികളെ കൊന്നാൽ ഒരു പട്ടിക്ക് 50 രൂപ മാത്രമേ ചിലവുണ്ടായുള്ളൂ. ആ പട്ടി പിടുത്തക്കാരന് അല്ലെങ്കിൽ പട്ടി കൊല്ലുന്നവന് 50 രൂപന് അത് കൊടുക്കേണ്ടത്. അത് പഞ്ചായത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റും. ആ നിയമം പിന്നീട് 2001 ഏതോ തെരുവുനായ സ്നേഹികളും കുറേ എന്താ പറയുക, ഈ പേവിഷബാധ മരുന്ന് കമ്പനി ലോബികളും അവരുടെ ഏജൻസികളെല്ലാം കൂടി സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചു. 2001 തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല, ഷെൽട്ടറാക്കാം എന്നാണ് വിധിയിൽ പറയണത്. കൊന്നു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണെന്ന്. ഓക്കെ, നമുക്ക് ഷെൽട്ടറാക്കാമല്ലോ, ഈ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാം. ഇപ്പം ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കുമോ, ഞങ്ങൾ അവർക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് ഏറ്റവും നമ്മുടെ ഒരു നായകനായിട്ട് വരേണ്ടത്. മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ കയ്യടി കിട്ടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും മുഖ്യമന്ത്രിയാവാൻ ചാൻസ് കിട്ടും, ഇടതുപക്ഷത്തിന് ചാൻസ് കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അതല്ല,
ഇവരെ ഈ അധികാരികളൊന്നും മിണ്ടാതിരിക്കുന്നത്, ഇവർ പരസ്പരം കല്ലെറിഞ്ഞ് അവർ കളിക്കുകയാണ്. രാഷ്ട്രീയം ഇവിടെ വേണ്ട, ഇവർ വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ആൾക്കാരാണ് മെയിൻ ആളാണ് മേനകാന്തിയാണ് തെരുവ് പട്ടികളുടെ അംബാസഡർ. അപ്പോൾ ഒരു നായ ഒരു പട്ടി ആരും കടിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ശപിക്കുന്നത് മേനകാന്തിയാണ്. അപ്പോൾ എന്താ ഗുണം? എല്ലാവരും BJPയുടെ വോട്ടുകൾ പോകും. അപ്പോൾ UDFനും LDFനും വോട്ട് പോകില്ല. അതുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് പറയണത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കേന്ദ്രമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയാണ്. ഇവിടെ കേന്ദ്രവും കേരളവും ഒന്നും നോക്കണ്ട, കേരള സംസ്ഥാനത്തെ മാതൃകയാക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്ത്യയിൽ മൊത്തം ഇത് തീരാശാപമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും തെരുവ് പട്ടികൾ ഇങ്ങനെ മനുഷ്യരെ കടിച്ചു കയറുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ഈ വിഷയം എടുത്തു കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ അറിയണത്. മറ്റു സ്റ്റേറ്റിൽ എത്രയും പേരെ പട്ടി കടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അത് ഇവിടെ ഡൽഹിയിൽ മറ്റും ചെന്ന് കഴിഞ്ഞാൽ തെരുവ് പട്ടികൾക്ക് അവിടെ റോഡിൽ നിറച്ചു കിടക്കുകയാണ്. എവിടെ പോയാലും തെരുവ് പട്ടികൾ. ഇപ്പോൾ എയർപോർട്ടിലടക്കം, ബാംഗ്ലൂർ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ആ എയർപോർട്ടിനകത്ത് ഒരു 10-50 പട്ടികൾ നമുക്കവിടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എയർപോർട്ടിൽ ഇനി പ്ലെയിനകത്ത് ഇവർ കയറുമെന്ന് സംശയമുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും തെരുവ് പട്ടികൾ. അപ്പോൾ ഇത് എന്തൊരു നാടാണ്? ഇന്ത്യയുടെ ഒരു തീരാശാപമല്ലത്. എന്താണ് ഇവിടെ ഭരണം നടക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ തെരുവ് പട്ടികൾ അഴിഞ്ഞാടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ മനുഷ്യരെ കടിക്കുന്നുണ്ടോ? ഇത് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ എന്ത് ഭരണം? എന്താണ് ഈ നായസകളെ സ്നേഹിച്ചിട്ട് ഗുണം കിട്ടുന്നത്? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വാക്സിനിൽ ഉണ്ടാകുന്ന വാക്സിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ അതിന്റെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തതിന് ശേഷവും നായയുടെ കടിയേറ്റ ആളുകൾ മരിക്കുന്നതിനെ പറ്റി ആ തരത്തിൽ അറിയുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാം. പക്ഷേ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശങ്കയായി മാറുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം? ശരിക്കും നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ. തെരുവ് പട്ടികൾ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളുകയാണ്, അവർ സമ്പർക്കം നടത്താണ്. അപ്പോൾ ഒരു തെരുവ് പട്ടിക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ എല്ലാ പട്ടികൾക്കും കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ തെരുവിൽ അലയുന്ന മുഴുവൻ പട്ടികൾക്കും പേവിഷബാധയുണ്ട്. അത്രയ്ക്കും ഗൗരവമാണ്. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഓരോ കൊച്ചു മരിച്ചപ്പോഴാണ് വാർത്ത അങ്ങനെ നിങ്ങൾക്ക് അറിയണത്. എൻ്റെ അടുത്ത് ദിവസേന നിരവധി പേരാണ് എന്നെ പട്ടി കടിച്ചു, എന്താ ചെയ്യുക, എവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടണം, എവിടെ പോയി കുത്തിവെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ ദിവസം വിളിക്കുന്നത്. 100 കണക്കിന് ആളുകളെയാണ് ദിവസേന തെരുവുപട്ടികൾ കടിച്ചു കയറുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ്. ഇപ്പോൾ നേരത്തെ മോഹൻ സാർ പറഞ്ഞ മാതിരി ഇത് എല്ലാവരും ഒരുമിക്കുക ഈ വിഷയത്തിൽ. ഇവിടെ രാഷ്ട്രീയം കളയുക. ഇവിടെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തെ മാതൃകയാക്കാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് വന്നു. അവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ജല്ലിക്കെട്ട് അത് മനുഷ്യന് ഉപദ്രവകരമായ കാര്യമാണ്. ആളുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവമാണ് ജല്ലിക്കെട്ട്. ഒരു വിനോദം കൂടിയാണ്. അതിന് അവിടെ തമിഴ്നാട്ടുകാർ എന്ത് ചെയ്തു? ഞങ്ങൾ ഒരു കോടതി പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ അവർ ജല്ലിക്കെട്ട് നടത്താണ്. ഇത് ജല്ലിക്കെട്ടല്ല, ഇത് മനുഷ്യൻ്റെ ജീവനാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പിന്നെ രാഷ്ട്രീയം കളിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ രാഷ്ട്രീയ കളി ഉപേക്ഷിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഒന്നിക്കാം. അതിനാ പറയുന്നത് സർവകക്ഷി യോഗം വിളിക്കട്ടെ മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് ഇതിനെതിർത്ത് പറയണമെന്ന് നമുക്കറിയാമല്ലോ. ഈ തെരുവ് പട്ടി സ്നേഹികൾ ഒരാൾ രംഗത്ത് വരില്ല. അതറിയാമോ? ഇപ്പം എൻ്റെ പേരിൽ 20ഓളം കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ തെരുവ് പട്ടികളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എൻ്റെ പേരിൽ പല സ്ഥലത്തായിട്ട് 20ഓളം കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസ് എടുത്തത് എങ്ങനെയാണ്? ഈ തെരുവ് പട്ടി സ്നേഹികൾ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ SIക്ക് മെയിൽ അയക്കുകയാണ്, വാട്സപ്പിൽ കൂടെ അല്ലെങ്കിൽ മെയിൽ അയക്കുക. എന്നിട്ട് അവർ രംഗത്താരും വരില്ല. ഇങ്ങനെയാണ് അവർ വരുന്നത്. ഇവരാരും രംഗത്ത് വരില്ല. ഇവരാരും രംഗത്ത് വരുന്നുണ്ടോ? ഇവരിങ്ങനെ കേസിൽ കുടുക്കി ആളുകളെ മാറ്റുന്ന ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിസ്സാരം കളഞ്ഞുകൊണ്ട് ഇതിന് മാറ്റം വരുത്തുക. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല.